ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീക്ക്ലി ടെസ്റ്റ് 1 അവസാനിച്ചു. അതിൽ എക്സാം എഴുതിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതിലെ ലീഡർ ബോർഡാണ് ഞാൻ ഇന്ന് വായിക്കുന്നത്. അതുപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റ് 2ലേക്കുള്ള ടോപ്പിക്സുമാണ് ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരുപാട് ആളുകൾ എക്സാം എഴുതിയിട്ടുണ്ട്. അതിലെ ആദ്യത്തെ 10 പേരെ മാത്രമേ ഞാനിവിടെ വായിക്കുന്നുള്ളൂ. അവരുടെ മാർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും, എക്സാം എഴുതിയ എല്ലാവർക്കും നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മിസ്റ്റേക്ക് അനാലിസിസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ജിമെയിൽ വഴി നമ്മൾ അതിൻ്റെ റിസൾട്ട് അതുപോലെ തന്നെ അതിൻ്റെ റിപ്പോർട്ടും അയക്കുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഇന്ന് തന്നെ നിങ്ങളതിൻ്റെ അനാലിസിസ് നടത്തണം. ഏതൊക്കെയാണ് റൈറ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് റോങ് ആയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് റോങ് ആയിട്ടുള്ളത് എന്ന് പഠിച്ച് അതൊരു പ്രത്യേകം നോട്ട്ബുക്ക് നമ്മുടെ വീക്ക്ലി ടെസ്റ്റിന് വേണ്ടി മാത്രം നിർബന്ധമായിട്ട് നിങ്ങൾ മേക്ക് ചെയ്യണം. അതെല്ലാം എഴുതി വെച്ച് അത് വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ എഴുതുന്ന എക്സാമിന് അതിൻ്റെ എഫക്റ്റീവായ രീതിയിൽ അതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, എനിവേ കഴിഞ്ഞ എക്സാമിൻ്റെ വീക്ക്ലി ടെസ്റ്റ് 1ൻ്റെ റിസൾട്ട് ഞാനിവിടെ വായിക്കാം. അടുത്ത എക്സാം ജൂലൈ 14 വരുന്നത്. ഓൾറെഡി നമ്മൾ കവർ ചെയ്തിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ് അടുത്ത എക്സാമിൽ ഉണ്ടാവുക. ബയോളജിയിൽ നിന്നും +2 സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ കെമിസ്ട്രിയിലെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 2 ചാപ്റ്റർ ആയിരിക്കും അടുത്ത എക്സാമിന് ഉണ്ടാവുക. അതിനും 60 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മുടെ എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുക എന്ന് അറിയാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് www.rahis.com എന്ന് പറയുന്ന വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ വന്നാൽ അവിടെ നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് കാണാം. അറ്റൻഡ് ദ ടെസ്റ്റ് നൗ എന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു ബട്ടൺ കാണാം. അതിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലീഡർ ബോർഡ് കാണിക്കുകയാണ്. 240 നമ്മുടെ എക്സാം ഉണ്ടായിരുന്നത്. അതിൽ 201 മാർക്സ് വാങ്ങിയ ലിയ റുക്കിയ ആണ് ഫസ്റ്റിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാത്തിമ ഷെഹ്ന ഫ്രം മലപ്പുറം. ഞാനിവിടെ ID നമ്പർ എന്ന് കാണിച്ചത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിൻ്റെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ 3 നമ്പേഴ്സാണ് ഞാൻ ID നമ്പർ എന്ന ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങളെ പ്ലേസും അതുപോലെ നിങ്ങളുടെ നെയിമും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വെച്ചിട്ട് കൺഫേം ചെയ്യാവുന്നതാണ്. നിർബന്ധമായിട്ടും മിസ്റ്റേക്ക് അനാലിസിസ് എല്ലാവരും നടത്തണം. അത് തെറ്റിയ ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് തെറ്റിയെന്ന് മനസ്സിലാക്കുകയും അത് എന്താ പറയുക, ന്യൂമറിക്കൽസ് ഒക്കെ ആണെങ്കിൽ അത് ചെയ്ത് പഠിക്കുകയും വേണം. അല്ല കൺസെപ്റ്റിലാണ് പ്രശ്നമുള്ളതെങ്കിൽ ആ കൺസെപ്റ്റ് ഒന്നുകൂടി വായിച്ച് അത് ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ 201 വാങ്ങിയ ലിയ റുക്കിയാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ 180 പേരുണ്ട്, ഫാത്തിമ ഷെഹ്ന ആൻഡ് ഫർഹാന CF. ഓക്കെ, ഇനി മുഹമ്മദ് ഷഹദ് ഫ്രം പുനലൂർ, ഹി ഗോട്ട് 176 ആൻഡ് 4th റാങ്ക്. ആൻഡ് 170 വാങ്ങിയിട്ടുള്ള സതീർത്യ ആണ് എറണാകുളത്ത് നിന്നും റാങ്ക് 5th വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ പുണ്യ ഫ്രം പൊള്ളാച്ചി, ഷി ഹസ് ഗോട്ട് 162. ആൻഡ് ഫാത്തിമ സന ഫ്രം മലപ്പുറം 155. ആതിര KS ഫ്രം ഗുരുവായൂർ 153. സിയോണ ഫ്രം കണ്ണൂർ 149. ആൻഡ് മായ മഹേഷ് ഫ്രം പാലക്കാട് 147. ഇതാണ് നമ്മുടെ ലീഡർ ബോർഡ് ആദ്യത്തെ എക്സാമിൻ്റെ. ഇനി ഓരോ എക്സാം കഴിയും തോറും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ നമ്പർ കൂടി വരും. എക്സാം ഞാൻ ആ രീതിയിൽ എന്താ പറയുക, കുറച്ചും കൂടി നീറ്റിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ ഉള്ള എക്സാമുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ നമ്മുടെ മെഗാ ടെസ്റ്റും മോഡൽ എക്സാംസും ഒക്കെ ഇനി വരുന്നുണ്ട്. ഒരു എക്സാംസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ എക്സാംസും എല്ലാവരും എഴുതണം. ആദ്യത്തെ 10ൻ്റെ ഉള്ളിൽ നെയിം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ വേണ്ടത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററും നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അടുത്ത എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ ശ്രമം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, എനിവേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക, അടുത്ത എക്സാമിന് നന്നായിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.